നമസ്കാരം. 3 ദിവസത്തിനിടെ 2 ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത്. ഗാസിപൂരിൽ ലിതൻ ചന്ദ്ര ഘോഷ് എന്ന വ്യാപാരിയെ മൺകോരി കൊണ്ട് അടിച്ചു കൊന്നു. കടയിൽ സാധനം വാങ്ങാൻ എത്തിയവർ ജീവനക്കാരെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിക്കവെയാണ് ലിതന് ജീവൻ നഷ്ടമായത്. രാജ്ബരിയിൽ 30-കാരനായ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാർ ഇടിച്ചു കൊലപ്പെടുത്തി. പെട്രോൾ അടിച്ച ശേഷം പണം നൽകാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ തടയുന്നതിനിടെയാണ് ജീവനക്കാരൻ ആക്രമിക്കപ്പെട്ടത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ബംഗ്ലാദേശിലെ ആഭ്യന്തര കലുഷിതാവസ്ഥയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടരുന്ന ആക്രമണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക ഉയർത്തുന്നതാണ്. ബംഗ്ലാദേശിന്റെ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയെ തുടർന്ന് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹിന്ദു വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് അരങ്ങേറുന്നത്. നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ക്രൂരമായ പീഡനങ്ങൾക്കും ബലാത്സംഗത്തിനുമെല്ലാം ഇരയാകുകയും ചെയ്യുന്ന വാർത്തകൾ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിൽ 10,000-കണക്കിന് ഹിന്ദു കുടുംബങ്ങളാണ് അതിർത്തി ലക്ഷ്യമാക്കി പലായനം ചെയ്യുന്നത്. ഭരണകൂടം മാറിയെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കാത്തത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഹിന്ദുക്കളെ ഇങ്ങനെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും കൊല്ലുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ജനവിഭാഗത്തെ തന്നെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്നു. പുരാതനമായ നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും വിഗ്രഹങ്ങൾ ഉടയ്ക്കപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരായ ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തി രാജിവെപ്പിക്കുകയും അവർക്ക് നേരെ ശാരീരിക അതിക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ക്രൂരമായ ബലാത്സംഗങ്ങളും തട്ടിക്കൊണ്ടുപോകലും നിർബന്ധിത മതപരിവർത്തനവും ഒക്കെയാണ് നടക്കുന്നത്. ഹിന്ദു വിദ്യാർത്ഥികൾക്ക് നേരെ സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്ന അതിക്രമങ്ങൾ കാരണം ആയിരക്കണക്കിന് കുട്ടികളുടെ പഠനം മുടങ്ങിയിരിക്കുന്നു. ഹോസ്റ്റലുകളിൽ നിന്ന് ഹിന്ദു വിദ്യാർത്ഥികളെ പുറത്താക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഹിന്ദുക്കളുടെ ബിസിനസ് സ്ഥാപനങ്ങളും വീടുകളും അഗ്നിക്കിരയാക്കി അവരെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കവും നടക്കുകയാണ്. ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ശക്തമാകുന്നു. ഇതവരെ സാമ്പത്തികമായി തളർത്താനും രാജ്യം വിടാൻ പ്രേരിപ്പിക്കാനുമുള്ള തന്ത്രമാണ്. വീടുകളിൽ നിന്ന് ആട്ടിയൊട്ടിക്കപ്പെടുന്ന ഹിന്ദുക്കളുടെ കൃഷിഭൂമിയും വസ്തുവകകളും പ്രാദേശിക മതമൗലികവാദികൾ വ്യാജരേഖകൾ ചമച്ച് കൈക്കലാക്കുന്നുണ്ട്. ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളും വിവരങ്ങളും ഒന്നും പുറംലോകം അറിയാതിരിക്കാൻ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും വ്യാജ വാർത്താ പ്രചാരണങ്ങളും ശക്തമാകുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തടയാൻ ബംഗ്ലാദേശിലെ പ്രാദേശിക മാധ്യമങ്ങൾക്കുമേൽ കടുത്ത സമ്മർദ്ദവുമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ വിവരങ്ങൾ പങ്കുവെക്കുന്നവരെ വേട്ടയാടുന്ന സാഹചര്യവും നിലവിലുണ്ട്. ഹിന്ദു പൈതൃകവുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളും സാംസ്കാരിക ചിഹ്നങ്ങളും നശിപ്പിക്കപ്പെടുന്നു. ഒരു ജനതയുടെ ചരിത്രപരമായ അടയാളങ്ങൾ പോലും ഇല്ലാതാക്കാനാണ് അക്രമികൾ ശ്രമിക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ തടിച്ചു കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികൾ നേരിടുന്നത് കടുത്ത ആരോഗ്യ ഭക്ഷണ പ്രതിസന്ധികളും. ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷകൾക്കിടയിൽ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ നേരിടുന്നത് സമാനാന്തരങ്ങളില്ലാത്ത വേട്ടയാടലുകളാണ്. വെറും ആഭ്യന്തര ലഹള എന്നതിലുപരി ആസൂത്രിതമായ വംശീയ ഉന്മൂലനത്തിന്റെ ലക്ഷണങ്ങളാണ് ഓരോ ആക്രമണത്തിലും തെളിയുന്നത്. വീടുകൾക്ക് തീയിടുക, വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുക, ആരാധനാലയങ്ങൾ തകർക്കുക എന്നിവ നിത്യസംഭവങ്ങളായി മാറുന്നു. ലോകം മുഴുവൻ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു രാജ്യം അതിന്റെ ന്യൂനപക്ഷങ്ങളെ മരണഭയത്തിലേക്ക് തള്ളിവിടുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കാനാവില്ല. ഹിന്ദു സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ്. ഈ കറുത്ത അധ്യായത്തിന്റെ ഭീകരത ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഹിന്ദുക്കളുടെ ആത്മീയവും സാമൂഹികവുമായ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ നിരോധിക്കണമെന്ന മതമൗലികവാദികളുടെ ആവശ്യം ശക്തമാവുകയാണ്. സമാധാനപരമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ പോലും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നു. കൊല്ലപ്പെടുന്ന ഹിന്ദുക്കളുടെ മൃതദേഹങ്ങൾ ആചാരപ്രകാരം സംസ്കരിക്കാൻ പോലും ആക്രമികൾ അനുവദിക്കാത്ത സാഹചര്യവുമുണ്ട്. പൊതു ശ്മശാനങ്ങളിൽ നിന്ന് ഹിന്ദുക്കളെ വിലക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. ആക്രമണങ്ങൾക്കെതിരെ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന ഹിന്ദുക്കളെ തിരിച്ചയക്കുന്നതായും ആക്രമണങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇത് ആക്രമണം അഴിച്ചുവിടുന്നവർക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ്. എന്തായാലും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത വേട്ടയാടലുകളാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ളതാണ്. അത്തരത്തിലാണ് സ്ത്രീകളും കുട്ടികളും എല്ലാവരും അവിടെ പീഡനങ്ങൾ അനുഭവിക്കുന്നത്.